കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലെ തമ്മിൽ തല്ലും തെരുവ് യുദ്ധവും സമയം അപഹരിച്ചതിനാൽ ഇടത്തേക്ക് കാര്യമായി ദൃഷ്ടി പായിക്കാൻ കഴിഞ്ഞില്ല. ഭരണപക്ഷ പാർട്ടിയിലെല്ലാം ഭദ്രമാണെന്ന് കരുതേണ്ട. എം മണിയുടെ വിടുതൽ ഹർജി കോടതി തള്ളിയതിനെ തുടർന്ന് ക്രിമിനൽ കേസ് പ്രതി മന്ത്രിയായി തുടരുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി VS കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. ധാർമ്മിക പ്രശ്നം വന്നാൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല VS, അതും എതിരാളികളുടെയും വിട്ടുപോകുന്ന പഴയ വിശ്വസ്തന്മാരുടെയും കാര്യത്തിൽ. കത്തയച്ചുവെന്ന് VSഉം കിട്ടിയെന്ന് യെച്ചൂരിയും സമ്മതിച്ചിട്ടില്ല. എങ്കിലും കത്തിലെ വിവരം ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട്. അഞ്ചേരി ബേബി വധം നടക്കുമ്പോൾ VS പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെന്നാണ് സംഘടനാ മര്യാദയുടെയും പരിമിതിയുടെയും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എം മണിയുടെ മറുപടി. VSൻ്റെ അച്ചടക്ക ലംഘനങ്ങൾ അന്വേഷിച്ച പാർട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് അടുത്തയാഴ്ച ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കാനിരിക്കെയാണ് VSൻ്റെ കത്തും മണി ആശാന്റെ കുത്തും. ഹരിത നിബിഡ വനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു നിലയിലും എന്നെ ഉപദ്രവിച്ച് നിങ്ങൾ സഹായിക്കരുത്. വായന തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ കയ്യടിക്കാൻ തുടങ്ങിയില്ല, അതിന് മുമ്പ് നമുക്കിട്ട് പണിയുണ്ട്. AS പറഞ്ഞ VSൻ്റെ കാര്യത്തെപ്പറ്റി ഇടയ്ക്ക് പറയണ്ട, അത് വിടാം, അത് ഞാൻ വിട്ടതാണ്. ഞാനതേപ്പറ്റിയൊക്കെ പറഞ്ഞത് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ എന്തെല്ലാം പറയുന്നത്, അതിനെപ്പറ്റിയെല്ലാം ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നെനിക്ക് പറ്റുകയില്ല. എൻ്റെ അന്തസ്സിനും പറ്റത്തില്ല, എൻ്റെ സംഘടനാപരമായ മര്യാദയ്ക്കും പറ്റുകയില്ല, പാർട്ടി മര്യാദയ്ക്കും പറ്റുകയില്ല. അതുകൊണ്ട് ഞാനത് വിടുക. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയാനും വയ്യ. എനിക്ക് മര്യാദയും സത്യസന്ധതയെല്ലാം ഉണ്ട്. ഞാൻ VS കൂടെ ഇതിനകത്ത് ഉത്തരവാദിയല്ലേ എന്ന് വേണേ ഒരു കൗണ്ടർ പറഞ്ഞു. മണി ദണ്ഡിത്തരമൊന്നും പറയത്തില്ല, അത് വേറെ കാര്യം. തല പോയാലും ശരിയായ കാര്യവും ന്യായവും അല്ലാതെ ഞാൻ പറയുകയില്ല. ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് നല്ല സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ എന്ന്. രാഷ്ട്രീയ എതിരാളികളെ CPM ഇടുക്കിയിൽ തട്ടിക്കളഞ്ഞുവെന്ന മണക്കാട്ടെ 1, 2, 3 പ്രസംഗത്തിൻ്റെ പേരിൽ കേസ് നിലനിൽക്കുമ്പോഴാണ് എം മണിയെ പാർട്ടി മന്ത്രിയാക്കിയത്. പാർട്ടി നടപടിയും എടുത്തു. ഇനിയും പാർട്ടിയുടെ ശിക്ഷ വേണമോ എന്നാണ് മണി ആശാന്റെ ചോദ്യം. VSനോടല്ല കേട്ടോ. അന്ന് ആ പ്രസംഗത്തെ തുടർന്ന് പൊളിറ്റിക്കലായി അറ്റാക്കാൻ പാർട്ടിക്കെതിരെ വന്നതിനെ തുടർന്ന് തന്നെ നടപടി എടുത്തു. ആ നടപടി അന്നെടുത്തു, ഞാനത് അംഗീകരിച്ചല്ലോ, ഞാൻ എതിർത്തില്ല, അംഗീകരിച്ചു. 2 തരത്തിൽ നടപടി എടുത്തു. ഒന്ന്, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. രണ്ടാമത്, വെടിവെക്കുന്നതിനെ തല്ലിക്കൊല്ലുന്ന പോലുള്ള പണി ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു 6 മാസം. അതും ഞാൻ അംഗീകരിച്ചു. മനസ്സിലായില്ലേ? അതൊക്കെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കൂടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇവിടെ പാർട്ടി നേതൃത്വം കൂടെ കൂടി ചെയ്തതുമാണ്. അതെല്ലാം ഞാൻ അംഗീകരിച്ചല്ലോ. ഓക്കെ, റെഡി. മനസ്സിലായില്ലേ? ഇനി ഒരു കുറ്റത്തിന് 2 ശിക്ഷയുണ്ടോ? ആദ്യം ഒന്ന് ശിക്ഷിക്കുക, പിന്നൊന്ന് തല്ലി കൊല്ലുക, അത് കഴിഞ്ഞ് പിന്നെ വെടിവെക്കുക. അങ്ങനെ ശിക്ഷയുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. 1, 2, 3, 4. പാർട്ടി നടപടികളെപ്പോലും തല്ലിക്കൊല്ലലും വെടിവെച്ചു കൊല്ലലുമായിട്ടാണ് മണിയാശാൻ വിശേഷിപ്പിക്കുന്നത്. മണക്കാട്ട് പ്രസംഗത്തിൻ്റെ ഹാങ് ഓവറിലാണ് മണിയാശാൻ ഇപ്പോഴും. ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ് പക്ഷേ പിച്ചച്ചട്ടിയുമായി നടക്കാനൊന്നും മണിയാശാൻ ഇല്ല. ഇതും VSനുള്ള മറുപടി അല്ല കേട്ടോ. ആരും ഈ ത്യാഗത്തിൻ്റെ ഒന്നും കഥ പറഞ്ഞ് എന്നെയൊന്നും ഇരുത്താൻ നോക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ ത്യാഗം പറഞ്ഞ് അയ്യോ ഈ ത്യാഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തരണമെന്നും പറഞ്ഞ് ചട്ടിയായിട്ട് നടക്കുന്ന പ്രശ്നവും എനിക്കില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നത് സ്വാഭാവികം. പാർട്ടിയിലുള്ളവർ പറയേണ്ടതുണ്ടോ? മണിയാശാന്റെ അടുത്ത സംശയം ഇതാണ്. പ്രതിപക്ഷം ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു. എനിക്കൊരു പൂമാലയിട്ട് ഞാൻ അധികാരത്തിൽ തുടരണമെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുമ്മനം രാജശേഖരനും ഒക്കെ പറയും എന്ന് ഞാൻ ധരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ധരിച്ചാൽ ഞാൻ വിഡ്ഢിയല്ലേ? അത് കാര്യമില്ല. അവർ പറയുന്ന അവർ പ്രതിപക്ഷമാണ്.
മണിയാശാൻ VSന് മറുപടി പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെ അല്ല എന്നാണ് MM മണിയുടെ വിശദീകരണം. എനിക്ക് ആ കാര്യത്തിൽ അഞ്ചേരി വിവാദം നടന്ന അന്ന് മുഖ്യമന്ത്രി VS ആയിരുന്നു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അത് സത്യമാണ്, സത്യം പറയണ്ടേ, പിന്നെ നുണ പറയേണ്ട കാര്യമില്ല. അതല്ലാതെ അന്ന് ആ സംഭവങ്ങൾ ഏതിലേലും VSന് പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്കൊട്ട് അങ്ങനെ അഭിപ്രായവും. അങ്ങനെ എങ്ങനെ പറയും? ഇടുക്കി നടന്നൊരു സംഭവത്തിൽ VSന് പങ്കുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അന്ന് അവിടെ ജനദേവനാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, എത്ര വർഷമായി മരിച്ചിട്ട്. അദ്ദേഹത്തിന് പങ്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി ഏതെങ്കിലും അങ്ങനെ വല്ല ആലോചനയുള്ളതാണ് പുള്ളിയുടെ പേരല്ലേ ഞാൻ യഥാർത്ഥത്തിൽ പറയണ്ട. അങ്ങനൊന്നും എനിക്ക് അഭിപ്രായമില്ല. VS ആ അഞ്ചേരി വധ കേസിൽ ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും പങ്കുവഹിച്ചു എന്ന അഭിപ്രായം MM മണി എന്ന് പറയുന്ന എനിക്കില്ല. MLAയും മന്ത്രിയുമായപ്പോൾ ഉണ്ടായിരുന്ന കേസേ ഇപ്പോഴുമുള്ളൂ. എന്നിട്ടും അന്നൊന്നും തോന്നാത്തത് ഇന്ന് എന്തിന്? മണിയാശൻ്റെ ന്യായമായ ഈ ചോദ്യം ആരോടാണ്? പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അദ്ദേഹം കണക്കാക്കുന്നില്ല. പിന്നെ ആരോടാണ്? ഉറപ്പായും VSനോടല്ല കേട്ടോ. എന്നെ ഈ കേസിൽ നിന്നും വിടുതൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനൊരു പെറ്റീഷൻ കൊടുത്തു. ഞാൻ ഓൾറെഡി അന്നേരം പ്രതിയാണ്, ഇപ്പോഴും പ്രതിയാണ്. മനസ്സിലായില്ലേ? എന്നെ വിടുതൽ ചെയ്യണം, എൻ്റെ പേരിലുള്ള കേസ് ഡിസ്ചാർജ് ചെയ്യണമെന്നും പറഞ്ഞ് ഹൈക്കോടതി വക്കീൽ മുഖാന്തരം പെറ്റീഷൻ കൊടുത്തു. എൻ്റെ പെറ്റീഷൻ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പം, ഞാൻ MLA ആയിട്ട് ആകാൻ വേണ്ടി മത്സരിക്കുമ്പം അന്നുണ്ടായിരുന്ന പൊസിഷൻ ഇപ്പോഴും തുടരുന്നു. മനസ്സിലായില്ലേ? അതിലപ്പുറം ഒന്നുമില്ല. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഈ കേസിൽ ഞാൻ പ്രതിയായിരുന്നു. അന്നേരം ഒന്നും തോന്നാത്തത് ഇപ്പം ഇങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അതൊരുമാതിരി ഉപജാപം, തട്ടിപ്പൊന്നും അല്ലാതെ അതിനെപ്പറ്റി എന്നാ പറയാനാ ഞാൻ? ഒരുമാതിരി മറ്റേ പണിയായി പോയല്ലേ. അവസാനമായി ഒന്നുകൂടി വിശദീകരിക്കാം. മണിയാശാൻ ഇത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എൻ്റെ ഈ കേസിൻ്റെ പേരിലോ അല്ലെ എന്തിൻ്റെയും പേരിൽ മറ്റാരെയും പ്രതിക്കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനോ ഞാനില്ല. പ്രത്യേകിച്ച് VSനെ പോലൊരു സമ്മന്നതനായ ഒരാളിനെ ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയില്ല. അതെൻ്റെ മര്യാദയുടെയും സംഘടനാബോധത്തിൻ്റെയും എല്ലാം അന്തസ്സിൻ്റെയും പ്രശ്നമാണ്. ഞാനങ്ങനൊന്നും പറയില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ, ഞങ്ങൾക്കെല്ലാം പറയാനുള്ള അവകാശം പാർട്ടിക്കകത്ത് പറയാനുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയില്ലേ? അന്ന് നടന്നില്ല. എന്നാൽ പിന്നെ ഇന്നിപ്പം ഇരിക്കട്ടെ. ആരുടെ? MM മണി എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ ഒടിഞ്ഞ കുന്തം മൂത്ത ജവാന്റെ തലയിലിരിക്കട്ടെന്ന് പണ്ടൊരു പഴമൊഴി പറയുന്ന പോലെ എനിക്കിട്ടൊരുമാതിരി പണിയാണ്. നിങ്ങൾ നമ്മളെ ശല്യം ചെയ്യാതെ ഒന്ന് മനുഷ്യനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഒരു ഇടവേള കൂടി. വൈകിയ സ്വാഗതം. Sorry,